ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാ എൻ്റെ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള കുറച്ച് ഭാഗങ്ങളെ ഇൻക്ലൂഡാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാം കേട്ടോ. കണ്ട് ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അങ്ങനെ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായിട്ടുണ്ട് കേട്ടോ. ഒരു മാസം അങ്ങനെ എന്തോ കഴിഞ്ഞെന്ന് തോന്നുന്നു. മദ്രസ ഉണ്ടായിരുന്നു കേട്ടോ. സ്കൂളില്ലാത്ത ടൈമിൽ എടുത്തതാണ്. അങ്ങനെ ഒരു 6:30 മദ്രസയിലേക്കെല്ലാം പറഞ്ഞയച്ചു കേട്ടോ. റിയൂനും നൂറാനും. അതിനുശേഷം ഒരു 7:30 മണിയാകുമ്പോൾ ഞാൻ കിച്ചണിൽ വന്നു കേട്ടോ. മദ്രസയിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം പിന്നെ കുറച്ച് ഫോണെല്ലാം നോക്കി പിന്നെ കുഞ്ഞെണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓനെല്ലാം ഉറക്കി. അതിനുശേഷം നേരെ 7:30 ഞാൻ കിച്ചണിൽ വന്നു കേട്ടോ. മനസ്സുറിച്ച ചായലും കുടിച്ചിട്ട് പണിസ്ഥലത്ത് പോയി. അങ്ങനെ ഞാനും വെറും ചായലും കുടിച്ച് പിന്നെ തുണിയെല്ലാം അലക്കാനിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ എന്നോട് നെയ്പ്പത്തിൻ്റെ റെസിപ്പി കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആളല്ല, 2-3 ആൾ ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടാകുമ്പം റെസിപ്പി കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് വേണ്ടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നുണ്ട്. പിന്നെ തലേന്ന് രാത്രി പിന്നെ കുതിർത്ത് വെച്ച പച്ചരിയാണ് കേട്ടോ. മിൽക്ക് മേഡിൻ്റെ പാട്ടയിൽ 3/4 പാട്ട് പച്ചരി എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകിയതിന് ശേഷം മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ജീരകം, കുറച്ച് വലിയ ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ മൈ പോലെ അരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ അളവും കാര്യമൊന്നുമില്ല കേട്ടോ. ഇത്ര ഇടണം ഇടണ്ട അങ്ങനെയൊന്നുമില്ല കേട്ടോ. പിന്നെ കൂടുതൽ അരിയാറുന്നാൽ മതി കേട്ടോ. ഇതാ അരി അരച്ചെടുത്തു കേട്ടോ. അപ്പോഴൊക്കെ ഇതാ നൂറ മദ്രസയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതാ ഫർദല ഊരിയിട്ട് കൈമ പിടിച്ചിട്ടുണ്ട് കേട്ടോ. വണ്ടിയിൽ നിന്ന് തന്നെ ഫർദല ഊരിയിട്ട് കൈമ പിടിക്കും. അന്ന് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇതാ പിന്നെ നെയ്പ്പത്തിൽ ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പത്തരിൻ്റെ പൊടിയില്ലേ, പത്തരിയെല്ലാം ചുടുന്ന പൊടിയില്ലേ, അതിട്ടിട്ട് നല്ലപോലെ ടൈറ്റാക്കി കൊടുക്കാം. ഇപ്പോൾ കടുമ്പിന് പത്തലെല്ലാം കുഴക്കുന്നില്ല, അങ്ങനെ നല്ലപോലെ ടൈറ്റാക്കി എടുക്കാം കേട്ടോ. പിന്നെ അരി അരക്കുന്ന സമയത്ത് വെള്ളം കൂടിപ്പോയി, തേങ്ങ കുറഞ്ഞു പോയി അങ്ങനെയൊന്നുമില്ല കേട്ടോ. അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ല. നല്ലോണം അരിയാണ്ട് എന്നാൽ മതി കേട്ടോ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കുറച്ച് വെള്ളമായി പോയെങ്കിൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ നല്ല പോലെ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് റാസിമോൻ എണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓനിക്ക് ഞാൻ പാല് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിതാ കുപ്പിയിലാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓന് 3 വയസ്സാവാനായി. ഓന് കുപ്പിയിലെ പാല് കുടിക്കും. ക്ലാസ്സിലൊന്നും കൊടുത്തൊന്നും കുടിക്കുന്നില്ല. ഇനി എത്ര കുപ്പിയില്ലാന്ന് പറഞ്ഞൊന്നും കുപ്പി കാണുന്നില്ല. എന്തായാലും ഒരു പാലൊക്കെ കുടിക്കാനേ ചെയ്യുന്നില്ല കേട്ടോ. കുപ്പിയിൽ ക്ലാസ്സിൽ കുടിക്കുമ്പോൾ എനിക്കൊന്നും ടേസ്റ്റ് ഇല്ലാത്ത ആൾക്കാരാണ്. അങ്ങനെ കുപ്പിയിൽ തന്നെ കുടിക്കലാണ് കേട്ടോ. അങ്ങനെ എനിക്ക് പാലെല്ലാം കൊടുത്ത് ഓന് പിന്നെ പാലെല്ലാം കുടിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി കേട്ടോ. അപ്പോൾ അത് ഇപ്പോഴത്തെല്ലാം ഓരോന്നേ ചുട്ടെടുക്കുന്നുണ്ട്. ഇപ്പോൾ റിയു നൂറാവും മദ്രസ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ മനസ്സുറിച്ചാവും വരും കേട്ടോ. അങ്ങനെ ഇപ്പോഴത്തെല്ലാം ചുട്ടെടുക്കലാണ്. ഈ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസം ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്തൊന്നും ഓർമ്മയില്ല കേട്ടോ. ഞാൻ വീഡിയോ നോക്കിയിട്ട് ഓരോന്ന് ഇങ്ങനെ പറയുന്നതാണ്. പിന്നെ വീഡിയോ എടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. വീഡിയോ എടുക്കാൻ എഡിറ്റ് ആക്കാനൊന്നും നല്ല പോലെ ഒന്നും അറിയില്ല. എനിക്കനുസരിച്ചിട്ട് ഇതുപോലെ എടുക്കാനും എഡിറ്റ് ആക്കാനൊന്നും എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഇത്ര മടി. അങ്ങനെ ഇതാ നെയ്പ്പത്തൽ ഓരോന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് നെയ്പ്പത്തലാണ് കേട്ടോ. പിന്നെ ഉറപ്പൊന്നുമില്ല. ഇപ്പം ഇന്നത്തെ നാളെ വൈകുന്നേരം തിന്നാനും നാളെ തിന്നാൻ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകുന്നു കേട്ടോ. അങ്ങനെ ഇതാ നെയ്പ്പത്തൽ ഓരോന്ന് ചുട്ടെടുത്ത് നെയ്പ്പത്തിൽ ഓരോന്ന് ചുട്ടെടുത്ത് ആ ടേബിളിൽ കൊണ്ടുവെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ പിന്നെ ഇന്ന് കറിയായിട്ട് ബീഫ് കറി കേട്ടോ. തലേന്ന് രാത്രി ബീഫ് കറിയാണ് ഉണ്ടായത്. അപ്പോൾ നെയ്പ്പത്തിൽ ചുടാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നെയ്പ്പത്തിൽ ചുട്ടതാണ് കേട്ടോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നെയ്പ്പത്തലും ബീഫ് കറിയാണ്. അങ്ങനെ ഇതാ ഓരോരാളെ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരാളെ വന്നിട്ട് ഇതാ ഫുഡെല്ലാം കഴിച്ചു. പിന്നെ കുറച്ച് പാത്രമെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം ഇതാ കഴുകി വെക്കുന്നുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി പിന്നെ ഉള്ളിൽ ക്ലീനിങ്ങും അടിക്കലും വാരലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം പിന്നെ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ പരിപാടിയാണ്. ഇത് ഇപ്പോൾ വന്നു കേട്ടോ. ഞാൻ ചോറ് വെച്ചതില്ല, ഞാൻ രാവിലെ വെക്കും. എന്തെന്ന് വെച്ചെങ്കിൽ പിന്നെ ഇത് വേഗം വേവുന്ന അരിയാണ് കേട്ടോ. അതുകൊണ്ട് ആ ചോറിന് വെള്ളം വെച്ച് കൊടുത്ത് അതിൻ്റെ അരിയെല്ലാം ഇട്ട് കൊടുത്തിട്ടാ. അതിൻ്റെ ഇടയിൽ ഞാൻ മീനൊക്കെ എടുത്ത് വെക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. കട്ട ഉണ്ടായിരുന്നു കേട്ടോ. കട്ട തലയും പിന്നെ പീസും രണ്ടും കൂടിയിട്ട് മിക്സാക്കിയതാണ് കേട്ടോ.
അത് ഉണ്ടായിന്. അത് തലേന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. എൻ്റെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന്. ഇതെല്ലാം ആ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് മറന്നുപോയി, പെട്ടെന്ന് ഓർമ്മ വന്നതാണ് കേട്ടോ. ഇല്ല ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെക്കണേനും. അങ്ങനെ ചോറെല്ലാം റെഡി ആയിട്ട് അത് വാർത്തിട്ട് വെച്ചു കേട്ടോ. പിന്നെ അതിനുശേഷം ഇതാ മാങ്ങ ഉണ്ടായിന് കേട്ടോ. മാങ്ങേൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് കുറച്ച് വെള്ളമെല്ലാം ചേർത്തിട്ട് ഇതാ ചട്ടിയിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇന്ന് മാങ്ങക്കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇതാ പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ 2 പീസ് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടെല്ലാം കൂടി നല്ലപോലെ മിക്സാക്കി എടുക്കലാണ്. അതിലേക്ക് മൈദയും വെള്ളവും മിക്സാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ. കുറച്ച് കൂടുതൽ ടൈം തന്നെ വേവണം. മാങ്ങൻ്റെ അണ്ടിയെല്ലാം നല്ല പോലെ ഉള്ളെല്ലാം പോലെ വെന്ത് കിട്ടണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. അപ്പോഴേക്ക് മാങ്ങൻ്റെ സീസണെല്ലാം കഴിഞ്ഞിട്ട്, ഞാൻ മാങ്ങൻ്റെ സീസണിൻ്റെ സമയത്താണ് വീഡിയോ എടുത്തത്. ഞാനിപ്പോൾ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ആക്കുമ്പോൾ മാങ്ങൻ്റെ സീസണെല്ലാം കഴിഞ്ഞായി. അങ്ങനെ ഇതാ മാങ്ങൻ്റെ കറി അടച്ച് വെച്ച് വേവിച്ചെടുക്കലാന്ന് കേട്ടോ. ഞാൻ നേരത്തെ പിന്നെ ഏട്ടത്തലയിലേക്ക് വിനീഗറും ഉപ്പെല്ലാം ഇട്ടിട്ട് മിക്സാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിയെടുത്ത് അതിന് ശേഷം ഇത് ആദ്യം വിനീഗറും കുറച്ച് ഉപ്പെല്ലാം ചേർത്തിട്ട് നല്ല പോലെ കഴുകിയെടുക്കലാന്ന് കേട്ടോ. ഏട്ടൻ്റെ സ്മെല്ല് എന്തോ ഒരു സ്മെല്ലല്ലേ, അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം കവുലുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തല. എൻ്റെ പീസ് അത്ര വലിയ ഇഷ്ടമല്ല, തല ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതാ നല്ല പോലെ കഴുകിയെടുക്കുന്നുണ്ട്. ഇതിൽ ഏട്ടത്തലയുണ്ട്, കുറച്ച് പീസും ഉണ്ട് കേട്ടോ. അങ്ങനെ ഏട്ടൻ്റെ തലയെല്ലാം മുളക് കറിയൊക്കെ വിചാരിച്ച് അതിൽ നിന്ന് നല്ല പീസ് കൊടുത്തിട്ട് നോക്കിയിട്ട് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ ഇതാ മീനെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. ഇന്ന് നല്ല പീസെല്ലാം നോക്കിയിട്ട് ഇതാ പിന്നെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പുമെല്ലാം ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കലാന്ന്. കുറച്ച് വിനീഗറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സാക്കിയിട്ട് പിന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കലാണ്. അപ്പോഴേക്കും നമ്മളെ മാങ്ങക്കറി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതാ ഞാൻ മാങ്ങൻ്റെ അണ്ടിയിൽ ഓരോന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതാ ഞാൻ പിന്നെ ഏട്ടക്കറിക്കുള്ള ചെറിയ ഉള്ളിയും ഇഞ്ചി പിന്നെ വെളുത്തുള്ളിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളിയും പച്ചമുളക് പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി വെളുത്തുള്ളിയെല്ലാം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പുളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏട്ടക്കറി ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ വേണം കേട്ടോ പുളി. പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കലാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഏട്ടക്കറി വെക്കുമ്പോൾ. കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കലാണ് കേട്ടോ. അങ്ങനെ ഏട്ടക്കറിക്കുള്ള അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പുറം മാങ്ങക്കറി വേകുന്നുണ്ട് കേട്ടോ. ഇപ്പുറത്തെ അടുപ്പിൽ ഏട്ടക്കറിയും വെച്ചിട്ടുണ്ട്. മാങ്ങൻ്റെ അണ്ടീൻ്റെ ഉള്ളെല്ലാം നല്ലപോലെ വെന്ത് കിട്ടണം കേട്ടോ. എന്നാലും നല്ല പോലെ അത് മാങ്ങൻ്റെ അണ്ടിയെല്ലാം തിന്നാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഏട്ടക്കറിക്കുള്ള മുളക് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ജസ്റ്റ് ഒരു തള വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഏട്ടൻ്റെ താഴെയെല്ലാം ഇട്ട് കൊടുക്കലാണ് കേട്ടോ.
ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒരു തള വന്നതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് പിന്നെ വെളുത്തുള്ളിയും വെളിച്ചെണ്ണയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കറക്കി നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ വെളുത്തുള്ളിയും പിന്നെ വെളിച്ചെണ്ണയിൽ ചേർത്ത് കൊടുക്കലാണ്. അങ്ങനെ മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കട്ടക്കറി റെഡിയായി. ഇനി മാങ്ങക്കറിക്കുള്ള കടുവെല്ലാം തളിച്ചെടുക്കലാണ്. അതിനായിട്ട് ഇതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചൂടാകുമ്പോൾ ഇതാ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതാ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ ഉയിന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉയിന്ന് കുറച്ച് കൂടുതലാണ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ ആടാടെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉയിന്ന് കുറച്ച് കൂടുതലാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ, മറക്കാതെ. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇടി ഉണക്കമുളക് ചേർത്ത് കൊടുക്കണം കേട്ടോ. 2 പീസെല്ലാം ആക്കിയിട്ട്. പക്ഷേ എൻ്റെ കയ്യിൽ ഉണക്കമുളക് ഉണ്ടായിട്ടാണ്. അങ്ങനെ ഇതാ മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നേരത്തെ മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഫ്രൈ ആക്കി എടുക്കലാണ് കേട്ടോ. അതിനായിട്ട് ഇതൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയും ചേർത്തിട്ട് മീനെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കലാണ്. കറി ഇതാ തിളച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചോറ് വയ്ക്കേണ്ട ടൈം ആയിട്ടുണ്ട്. ഇനി ചോറെല്ലാം ബൾബലാന്ന് കേട്ടോ. അങ്ങനെ ഇതാ പപ്പടം പൊരിച്ചിട്ടുണ്ട്. അതിന് പിന്നെ മുളക് കൊണ്ടാട്ടം, കയ്പ്പൊക്കെ കൊണ്ടാട്ടം, പിന്നെ പൗത്ത മാങ്ങ ഇതാ മീൻ ഫ്രൈ ആക്കിയിട്ടുണ്ട്. അതിലെടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് വിളിക്കലാന്ന് കേട്ടോ. അങ്ങനെ ഇതാ ടേബിളിൽ ചോറെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോക്ക് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. നല്ല നല്ല കമൻറ്റാണ് കേട്ടോ. അതിനെ തുടർന്നുള്ള വീഡിയോക്ക് അങ്ങനത്തെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ അങ്ങനെ ഇതാ മാങ്ങക്കറി കാണുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരുന്നിട്ടാണ്. നല്ല ടേസ്റ്റുണ്ട് മാങ്ങക്കറിയാണ് കേട്ടോ. ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇതാ ചോറും കറി എല്ലാം ഇതാ ടേബിളിന്മേൽ കൊണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കറി കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഏട്ടക്കറിയുടെ ബൾബ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ എല്ലാവരും കൂടി ഇത് ചോറ് വയ്ക്കലാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. അപ്പോഴേക്ക് എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.